കർക്കിടകം 18 സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനു ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞ് ഒന്നു തൃക്കൺ പാർത്തരുളേണമാദരാല്. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാ സരിദീവ ശൈല നിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും ഉർവീവതേ കാമരൂപികളത്രേയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാല് ദേവാരികളെ ഒടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേജി മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേചിന്മകേന്ദ്ര നീലോൽപ്പലരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരതാവരെ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈവിധ്യമിവരോളമില്ലാർക്കും നിൻകഴൽ പങ്കജത്തിങ്കലുറച്ചവർ സഖ്യയില്ലാതോളമുണ്ടോ കപിബലം മൂലഫലദലപക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താപകാജ്ഞാകാരികളെന്നും നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ കോടി ഭല്ലുകവൃത്താധിപതി മഹാ പ്രൗഢമതി ഹനുമാനിവനെന്നുടൻ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലാതിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിതാതൻ മഹാബലി വീരൻ പ്രമാദി ശരവൻ സുശേഷണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ഷേദൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമങ്കദനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജക്കന്മാർ ചൊല്ലുവാനാപതല്ലോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തിവരോടരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം ഇത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തു സാദരം മൽക്കാര്യഗൗരവം നിങ്കൽ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്യോ നീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു 4 ദിക്കിങ്കലും 100,000 കപിവീരന്മാർ പോകണം ഓരോ ദിശിവടനായകന്മാരോട് പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനങ് ഉന്നതന്മാർ പലരും പോയി തിരയണം അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരവൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ
പ്രാണാന്തികം ദണ്ഡമാശു പൂജിക്കേണം. ഏണാങ്കശേഖരൻ തന്നാണെ നിർണയം. 4 കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു. കാലമേ പോയാലും എന്നെ അയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു. ഭാവതോത്തമനും ഇരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ച് ആദരാല് അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമാങ്കിതമാ അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു. മന്നവൻ പോയാലും എന്നെ അറിയിച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോപരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപിസഞ്ജയം. ലക്ഷവും വൃത്രാര്യപുത്ര തനയ്യനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര പാണ്ഡവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗനഗര ഗാമദേശങ്ങൾ കാനനരാജപുരങ്ങളിലും തത്ര തത്രൈവ തിരഞ്ഞതീ സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാകാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കും തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു. കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖ നല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അന്ധകാരാരണ്യമാശു പൂക്കിടിനാർ. അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കണോ അഷ്ടതാലു പ്രദേശത്തോട് മർക്കടവീരരുണങ്ങി വരണ്ടോരു ജിഘയോടും നടക്കുന്ന നേരത്തോരു ഗഹ്വരം തത്ര കാണായി വിധിവശാല് വല്ലി തൃണഗണച്ഛന്നമായൊന്നിതി അല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രവക്ഷ ക്രൗഞ്ച ഹംസാദിവക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലക്കണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടത്തു കൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടു നടന്നുപോയി ചെന്നാരതീവ ദൂരം തത്രേ കണ്ടിതു മുന്നിലമ്മാറതിധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം. വ്യാപികളുണ്ട് മണിമയവാരിയാല ആപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളായി നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമ തുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന്യ സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം തത്രൈവ. വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി
മാനസമോഹനമായുള്ള ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗഹോപമം തത്ര ഗേഹേ മണികാഞ്ചനാവിഷ്ടരേ ചിത്രാകൃതി പൂണ്ട് കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജഡാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നേരതയായി പാവകജ്വാല സമാപ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടും തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നും പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞവാറെന്നതു എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു വായു തനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യം ഒഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തര കോസലത്തിങ്കൽ അയോധ്യയേന്ന് ഉത്തമമായുണ്ടോരു പുരിപൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരും ഉണ്ടായി ചമഞ്ഞിതു 4 പേർ നാരായണ സമൻ ശ്രേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയായി വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ.